വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്നും ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് ഇതാണ്. അതായത് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എവിടെ നിന്ന്? അപ്പൊ നമ്മൾ കോവിഡിന്റെ വകഭേദമാണ് ഒമിക്രോൺ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കേണ്ടായി. കോവിഡ് വകഭേദമാണ് ഏത്? ഒമിക്രോൺ. അപ്പൊ ഇതിന് ഒമിക്രോൺ എന്ന് പറയുന്ന പേര് ലഭിച്ചത് എവിടെ നിന്നാണെന്നാ ചോദിക്കണം. ഓപ്ഷൻ അറിയോ നിങ്ങൾക്ക്? ഗ്രീക്കിലെ ആദ്യ അക്ഷരത്തിൽ നിന്ന്, ഗ്രീക്കിലെ രണ്ടാമത്തെ അക്ഷരത്തിൽ നിന്ന്, ഗ്രീക്കിലെ നാലാമത്തെ അക്ഷരത്തിൽ നിന്ന്, ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്ന്. ഉത്തരം ഇതാണ്. ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്ന്. ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നാണ് കോവിഡ് വകഭേദമായിട്ടുള്ള ഒമിക്രോണിന് പേര് ലഭിച്ചത്. അപ്പൊ കോവിഡ് വകഭേദമായിട്ടുള്ള ഒമിക്രോണിന് പേര് ലഭിച്ചത് എവിടെ നിന്നാണ്? ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നാണെന്ന് പഠിക്കാം. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടല്ലോ, ആ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് എന്തു കൊടുക്കണം? ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ. അതായത് മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടങ്ങി ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾ വരും അല്ലെ. ആ പരീക്ഷകൾക്ക് എന്തു കൊടുക്കുകയാണ്? സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിദ്യാതീരം എന്നാണ്. എന്താണ് വിദ്യാതീരം? അപ്പൊ എന്താ ഇവിടെ പറയണേ? അതായത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയുടെ പേര് വിദ്യാതീരം പദ്ധതി എന്നാണ്. എന്താണ് പദ്ധതിയുടെ പേര്? വിദ്യാതീരം. അടുത്തത്, കേരളം രൂപീകൃതമായതിനു ശേഷം, അതായത് 1956 നവംബർ 1 ശേഷം എന്ന് മനസ്സിലാക്കുക. കേരളം രൂപീകൃതമായതിനു ശേഷം കേരളത്തിൽ ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? കേരളം നിലവിൽ വന്നതിന് ശേഷം കേരളത്തില് ഒരു സെൻട്രൽ ജയിലേ തുടങ്ങിയിട്ടുള്ളൂ. തവനൂരാണ്. തവനൂർ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ്. ഇപ്പൊ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലായി ചോദ്യം ചോദിക്കണേ. 2022 ഇത് ഉദ്ഘാടനം ചെയ്തത്. ജൂൺ മാസം 12-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത്. പിണറായി വിജയനാണ്. അപ്പൊ കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ്. 2002 ജൂൺ 12-നാണ്. അടുത്ത ചോദ്യം ഇതാണ്. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ നമ്മുടെ സുപ്രീം കോർട്ട്, ആരാണ്? സുപ്രീം കോർട്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ സുപ്രീം കോർട്ട് പല്ലില്ലാത്ത കടുവ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ്? പല്ലില്ലാത്ത കടുവ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? കുറ്റവാളികളെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറ്റവാളികളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ സുപ്രീം കോടതി വിശേഷിപ്പിക്കുന്നത് പല്ലില്ലാത്ത കടുവ എന്നാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ സുപ്രീം കോടതി വിശേഷിപ്പിക്കുന്നത് എന്താണ്? പല്ലില്ലാത്ത കടുവ എന്നാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, കേരളത്തിൽ ശിശു മാതൃമരണ നിരക്ക്, ശിശുക്കളുടെയും അതുപോലെ തന്നെ മാതാക്കളുടെയും ശിശു മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിനായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം. എന്താണ്? കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം. എന്ത് പേരിൽ അറിയപ്പെടുന്നു? കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ശലഭം. എന്താണ് പേര്? ശലഭം പദ്ധതി എന്നാണ് പേര്. എന്താണ്? ശലഭം പദ്ധതി. പറഞ്ഞേ, കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാമിന് വിളിക്കുന്ന പേര് ശലഭം പദ്ധതി എന്നാണ്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സുപ്രീം കോടതി പല്ലില്ലാത്ത കടുവ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം കുറ്റവാളികളെ ശിക്ഷിക്കാൻ അധികാരമില്ലാത്തതിനാലാണ്. കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ സെൻട്രൽ ജയിൽ മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിലാണ് 2022 ജൂൺ 12 പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകാനായിട്ട് ആരംഭിച്ച പദ്ധതി വിദ്യാതീരം. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നാണ്. അടുത്ത ചോദ്യം, വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ. അപ്പൊ ഇൻഹെയിലബിൾ വാക്സിൻ, വായിലൂടെ ഇൻഹെയിലബിൾ വാക്സിൻ എന്ന് പറയാം. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ, ഇൻഹെയിലബിൾ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? വികസിപ്പിച്ച രാജ്യം, വായിലൂടെ വലിച്ചെടുക്കാൻ സാധിക്കുന്ന വാക്സിൻ അഥവാ ഇൻഹെയിലബിൾ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ഏതാണ് രാജ്യം? ചൈനയാണ്. ഇൻഹെയിലബിൾ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ചൈനയാണ്. ഇനി അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3യിലെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്? എത്ര ദിവസത്തെയാണ്? 14 ഭൗമദിനങ്ങൾ. 14 ഭൗമദിനങ്ങളിലെ എന്താ പറയുന്നത്? 14 ഭൗമ ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ചന്ദ്രയാൻ 3യിലെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്? 14 ഭൗമദിനങ്ങളിലത്തെയാണ് കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യയിൽ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? ഇന്ത്യയിലെ മൂല്യം കൂടിയ ബ്രാൻഡ് ഏതാണെന്നായിരുന്നു ചോദ്യം. ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ടാറ്റ, HDFC, ഇൻഫോസിസ്, റിലയൻസ്. അന്ന് റിലയൻസ് ആണ് PSC ഉത്തരം കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ 2025 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ടാറ്റ ഗ്രൂപ്പ് ആണ്. 2025 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? ടാറ്റ ഗ്രൂപ്പ് ആണ്. അപ്പൊ അത് തെറ്റിക്കരുത്, മുമ്പായിരുന്നു റിലയൻസ് എന്ന് ഓർത്തു വയ്ക്കാം. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അതായത് സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സ്കൂൾ കുട്ടികളിൽ എന്താണ് ലഹരി ഉപയോഗം തടയുക അല്ലെങ്കിൽ നമുക്ക് കുറയ്ക്കുക എന്നൊക്കെ പറയാം. അതിനായിട്ട് ആരാണ്? എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഉണർവ് പദ്ധതി എന്നാണ്. എന്താണ് പദ്ധതിയുടെ പേര്? ഉണർവ്. ഇപ്പൊ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയാൻ സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഉണർവ് എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് പറക്കും സിംഗ് എന്നത്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യനാണ് ആര്? മിൽഖ സിംഗ് അല്ലെ. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യനാണ് മിൽഖ സിംഗ്. അദ്ദേഹം അന്തരിച്ചത് എന്നാണ് ചോദ്യം. 2021. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യനായിട്ടുള്ള മിൽഖ സിംഗ് അന്തരിച്ചത് 2021. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഉണർവ്. ഇന്ത്യയിലെ ഏറ്റവും മൂല്യം കൂടിയ ബ്രാൻഡ് 2025 കണക്ക് പ്രകാരം ടാറ്റ ഗ്രൂപ്പ്. ചന്ദ്രയാൻ 3യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ, ചന്ദ്രയാൻ 3 എന്താണ്? എത്ര ദിവസത്തെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? 14 ഭൗമ ദിനങ്ങളിൽ. ഇൻഹെയിൽ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. അടുത്തത് പ്രഗ്യാൻ റോവർ. അടുത്ത ചോദ്യം ഇതാണ്, പ്രഗ്യാൻ റോവർ എന്നാണ് വിക്ഷേപിച്ചത്? എന്നാണ് 2019 ജൂലൈ 22. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ് 2019 ജൂലൈ 22. ഇനി അടുത്തത് മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്. മുംബൈയിലുള്ളതാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്
പാർക്ക് എന്ന് നമുക്കറിയാം. ആ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ മരണമടഞ്ഞ സിംഹം ഏതാണ്? മരണപ്പെട്ട സിംഹത്തിന്റെ പേരെന്താണ്? മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ മരണമടഞ്ഞ സിംഹം ഏതാണ്? സിംഹത്തിന്റെ പേര് ജസ്പ എന്നാണ്. ജസ്പ എന്ന സിംഹം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ മരണമടഞ്ഞ സിംഹം ജസ്പ. ഇനി പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനമാണ്? പോലീസിലെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് ഏർപ്പെടുത്തി? സംവരണം ഏർപ്പെടുത്തിയത് ഏത് വിഭാഗമാണ് എന്ന് പഠിച്ചു വെക്കുക. ഏത് വിഭാഗമാണ്? ഏത് സ്റ്റേറ്റ് ആണ്? കർണാടകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയത് ആരാണ്? കർണാടകയാണ്. ഇനി അടുത്തത് മിഷൻ ഭൂമിപുത്ര എന്ന് പറയുന്ന സംഭവം എന്താ? മിഷൻ ഭൂമിപുത്ര വിദ്യാർത്ഥികൾക്ക് അപേക്ഷിച്ച് ഒരു മാസത്തിനകം ഡിജിറ്റൈസ് ചെയ്ത ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്ന പദ്ധതിയുടെ പേരാണ് മിഷൻ ഭൂമിപുത്ര. ജാതി സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പരിപാടിയാണ്. ഈ മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? അസമാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പദ്ധതികൾ പഠിക്കുമ്പോൾ എല്ലാവർക്കും മറ്റ് കേരളമല്ലാതെ സംസ്ഥാനങ്ങളിലെ പദ്ധതി പറയുമ്പോൾ കുട്ടികൾക്ക് സംശയം, ഇത് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അതായത് മറ്റ് സംസ്ഥാനങ്ങളുടെ പദ്ധതി നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചത് അസമാണ്. വിദ്യാർത്ഥികൾക്ക് അപേക്ഷിച്ച് ഒരു മാസത്തിനകം ജാതി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ ആരംഭിച്ചത് എവിടെയാണ്? ആലുവ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ ആരംഭിച്ചത് ആലുവയിലാണ്. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചത് അസമാണ്. പോലീസ് സേനയിലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയത് കർണാടകയാണ്. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ മരണമടഞ്ഞ സിംഹം ജസ്പയാണ്. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് എന്താണ്? സോളാർ ആൻഡ് വിൻഡ്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടി. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയിലാണ്. ജനിച്ച് 24 അവേഴ്സിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ഇനി അടുത്തത് 2022 ഒക്ടോബർ മാസം 1-ാം തീയതി ന്യൂഡൽഹിയില് പ്രഗതി മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിന് തുടക്കം കുറിച്ചു? എന്തിനാണ്? രാജ്യത്തെ 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2022 ഒക്ടോബർ 1-ന് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനു തുടക്കം കുറിച്ചു? രാജ്യത്തെ 5G സേവനത്തിന് തുടക്കം കുറിച്ചു. ഇനി വിദ്യാഭ്യാസ ചാനലിന്റെ പേരാണ് വിക്ടേഴ്സ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഒരു കാർഷിക പരിപാടി ഉണ്ട്. ആ കാർഷിക പരിപാടിയുടെ പേര് എന്താണ്? അതിന്റെ പേര്? നൂറുമേനി എന്നാണ്. എന്താണ്? നൂറുമേനി. അപ്പൊ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയുടെ പേര് നൂറുമേനി എന്നാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതി. വിക്ടേഴ്സിന്റെ കാർഷിക പരിപാടി നൂറുമേനി അല്ലെ. അതുപോലെ 2022 ഒക്ടോബർ 1-ന് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പദ്ധതി രാജ്യത്തെ 5G സേവനം. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം
തെലുങ്കാന. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് എവിടെയാണ്? മേപ്പാടി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് പഠിക്കാനായിട്ട്. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.